ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 5 ഡിഫറെൻറ്റ് ബുക്ക് മാർക്സ് ആണ്. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആൻഡ് വൈറ്റ് തീമഡ് ബുക്ക് മാർക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ ചെയ്യാനായിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ടാഗ് ഇട്ടില്ലേ, ആ ടാഗാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടാഗൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഇതുപോലെ ബുക്ക് മാർക്സ് ഉണ്ടാക്കാനും വേറെ ക്രാഫ്റ്റൊക്കെ ചെയ്യാനും യൂസ്ഫുൾ ആയിരിക്കും. ജേർണലൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അതേപോലെ ടാഗ് എടുത്തതിന് ശേഷം ഞാൻ അതിൽ ഫുള്ളൊരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഫുൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഡാർക്കർ പിങ്ക് ഷെയ്ഡുള്ള ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് വരച്ചതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ സ്വീക്വൻസ് ഒക്കെ എടുത്തിട്ട് ആ സ്വീക്വൻസ് ജസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സ്വീക്വൻസ് അല്ലെങ്കിൽ വൈറ്റ് കളർ ബീഡ്സ് കിട്ടില്ലേ, അപ്പോൾ അതേപോലെ ബീഡ്സ് കിട്ടുവാണെങ്കിലും ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബുക്ക് മാർക്ക്. ഈ സെക്കൻഡ് ബുക്ക് മാർക്ക് നോക്കാം. സെക്കൻഡ് ബുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 200 GS വാട്ടർ കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് കട്ടിയുണ്ടാവും. ആ പേപ്പർ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ നെക്സ്റ്റ് ബുക്ക് മാർക്കിനൊക്കെ ഈ പേപ്പർ ആവശ്യമുണ്ട്. അപ്പം അതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ റെഗുലറായിട്ട് 3 കോർണേഴ്സിൽ ഞാൻ ഇതുപോലെ പിങ്ക് പെയിൻറ് വെച്ച് ബോർഡർ കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പിങ്ക് പെയിൻറ് കൊടുത്തതിൻ്റെ ബോർഡറിൽ നമ്മൾ ഇതേപോലെ ബ്ലാക്ക് പെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ബ്ലാക്ക് പെൻ ഉണ്ടെങ്കിലായിരിക്കും നല്ലതാവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കണ്ട, ഇതുപോലെ റെഗുലറായിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാണ് സെക്കൻഡ് ബുക്ക് മാർക്ക്. ഇനി തേർഡ് വൺ നോക്കാം. അപ്പോൾ തേർഡ് ബുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഒരു A4 സൈസ് പേപ്പർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഒരു പേജ് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് തന്നെ അതിൻ്റെ ബോർഡേഴ്സൊക്കെ നിന്ന് ഇതേപോലെ കീറി കൊടുത്തതിന് ശേഷം ആ A4 സൈസ് പേപ്പറിലേക്ക് നമുക്ക് അതെടുത്ത് ഒട്ടിക്കാം. ഈ ബുക്ക് മാർക്ക് ശരിക്കും ഒരു വിൻറ്റേജ് തീമിലൊരു ബുക്ക് മാർക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ A4 സൈസ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ ഇപ്പം മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് റെയിൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. റെയിൻ ആൻഡ് ബുക്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലെ എഴുതി കൊടുത്തതിന് ശേഷം ഒരു ഫ്ലവർ ഞാൻ വേറൊരു പേപ്പറിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫ്ലവറും കൂടെ വരച്ച ശേഷം ഞാൻ അവിടെ ഒരു പിങ്ക് പെയിൻറ് വെച്ചിട്ട് ഇതേപോലെ വെറുതെ ഒന്ന് അതിൻ്റെ പുറത്തൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ പിക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച വൈറ്റ് പേപ്പറില്ലേ അതിൻ്റെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫോർത്ത് ബുക്ക് മാർക്കിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് വെച്ച പേപ്പറില്ലേ, വാട്ടർ കളർ പേപ്പർ, ആ പേപ്പർ എടുത്തിട്ട് അതിൽ ഫുൾ പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മര്യാദക്ക് ചെയ്യണ്ട, ജസ്റ്റ് അവിടെ ഇവിടേക്കൊന്ന് വെറുതെ സ്ട്രോക്സ് പോലെ കൊടുക്കാം. അതായത് വരച്ച് കഴിയുമ്പോൾ ചില സ്ഥലത്ത് ഇതുപോലെ ഡാർക്കർ പെയിൻറ്റ് പാച്ചസും ലൈറ്ററും ചില സ്ഥലത്ത് വൈറ്റ് പേപ്പറൊക്കെ കാണാൻ പറ്റും. അതേപോലെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വരച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്ലാക്ക് പെൻ വെച്ചിട്ട് ടോപ്പ് റൈറ്റ് ആൻഡ് ബോട്ടം സൈഡിൽ ഞാൻ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വരച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്തൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ഡോട്ട്സും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫോർത്ത് ബുക്ക് മാർക്ക്. ഇനി ലാസ്റ്റ് ബുക്ക് മാർക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഒന്നും കൂടെ ഹാഫായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലൊരു സിംഗിൾ ഫ്ലവർ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റെമ്മും കൂടെ താഴേക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ അതിനകത്ത് ഫുൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന 5 ബുക്ക് മാർക്കും എല്ലാം ഒരു പിങ്കിൻ്റെ ഒരു മയമുണ്ട്. എന്നിട്ട് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഫുൾ കുത്ത് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബോർഡേഴ്സൊക്കെ ഒന്നും കൂടെ ഡാർക്കൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബുക്ക് മാർക്ക്. അപ്പം ഇതാണ് നമ്മൾ ചെയ്ത 5 ബുക്ക് മാർക്സ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതൊരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഒരു പിങ്ക് വൈറ്റ് തീംഡ് ആയിട്ടുള്ളൊരു ബുക്ക് മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് മാർക്ക്. അപ്പം ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.